ഒരു പുതിയ സിസ്റ്റം എടുക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. നമുക്ക് ഏത് സിസ്റ്റം എടുക്കണം, അതിൻ്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും. നമ്മൾ ഒരുപാട് കണക്ക് കൂട്ടി നോക്കും അതിൻ്റെ കോൺഫിഗറേഷനും റാമും പ്രോസസ്സറും എല്ലാം. പക്ഷേ ബജറ്റാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ 3 ബജറ്റാണ് കാറ്റഗറി ചെയ്യുന്നത്. അതൊന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വരുന്നത് 50,000 വരെ ബജറ്റുള്ള ഒരാളുടെ സിസ്റ്റം. നമുക്കൊരു ഗുഡ് ഫോർ ഒരു ബിഗിനേഴ്സിനൊക്കെ ബെറ്റർ ആയിരിക്കും 50,000 രൂപേൻ്റെ ബജറ്റ് വരെയുള്ളൊരു ലാപ്ടോപ്പൊക്കെ. അതുപോലെ തന്നെ ഒരു 80,000 രൂപ വരെ ബജറ്റുള്ള ഒരാൾക്ക്, ഒരു ഫ്രീലാൻസ് അല്ലെങ്കിൽ ഒരു 3 year എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കൊക്കെ ബെറ്റർ ആയിരിക്കും ഈ ഒരു റേഞ്ചിൽ കിട്ടുന്ന സിസ്റ്റം. പിന്നെ ഒരു എബോവ് 1 lakh എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രോ ലെവൽസ്. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും ബെറ്റർ ആണ് എന്ത് എബോവ് 1 lakh കിട്ടാവുന്ന കോൺഫിഗറേഷനുള്ള ലാപ്ടോപ്പ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒരു സിസ്റ്റത്തിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഒരു സിസ്റ്റം എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു 2020. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രോസസ്സറിനെ കുറിച്ചും ഒരുപാട് സിസ്റ്റം ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് സിസ്റ്റമാണ് എടുക്കേണ്ടത്, ഒരുപാട് കോൺഫിഗറേഷൻ അയച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മെയിനായിട്ട് ഒരു പുതിയ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അതായത് GPU, പ്രൊസസ്സർ, റാം, സ്റ്റോറേജ്. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എന്ത് GPU, പ്രൊസസ്സർ. കാരണം ഇത് രണ്ടും നമുക്ക് എന്തെങ്കിലും ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഗ്രാഫിക്സ് കാർഡ്. അപ്പോൾ ഗ്രാഫിക്സ് കാർഡിൽ ഒരുപാട് ബ്രാൻഡ് അവൈലബിൾ ആണ്. മെയിനായിട്ട് GeForce, AMD. അപ്പം ഇതിൽ തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്ന GeForce ആണ്, Nvidia Geforce. അപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് GeForceൻ്റെ ഒരുപാട് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് വരുന്നത്. RTXലെ 30, 50, 60, 70, 80 ഇങ്ങനെ 4 കാറ്റഗറി കാണാം. 50 ഉണ്ട്, 50 Ti ഉണ്ട്. അപ്പം ഇതിൻ്റെ പെർഫോമൻസിനനുസരിച്ചാണ് ഇതിൻ്റെ നമ്പേഴ്സ് കൂടുക. അതുപോലെ തന്നെ Nvidiaൻ്റെ ഗ്രാഫിക്സ് കാർഡ് 1000, 2000, 3000 അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ഈ 1000-ൽ തന്നെ 1050, 60, 70, 80. അതേപോലെ 2000-ലും ഇതേപോലെ വരുന്നുണ്ട്, 3000-ലും വരുന്നുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് പെർഫോമൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം പെർഫോമൻസിൻ്റെ ഒരു സംഭവം. ഒരു ഏകദേശം 1050, 60 എന്നൊക്കെ പറയുമ്പോൾ ഒരു ബേസിക് ഗ്രാഫിക്സ് കാർഡാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 1050 ആണ്. പക്ഷെ എനിക്കത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്രീലാൻസേഴ്സ്, ഒരു 3 year എക്സ്പീരിയൻസ് ഉള്ള ആൾക്കൊക്കെ അത് തന്നെ ധാരാളം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ അതുപോലെ ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു ബജറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും 2060, 70, 80 അല്ലെങ്കിൽ 3060, 70, 80 ഈ സീരീസ് ഗ്രാഫിക്സ് കാർഡ് എന്ത് ചെയ്യുക, എപ്പോഴും ചൂസ് ചെയ്യുക. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ ഒന്നുകൂടെ പെർഫോമൻസ് എന്ത് ചെയ്യും, കൂടുതലായിരിക്കും. പിന്നെ എൻ്റെ പഴയ സിസ്റ്റം ഞാൻ പറഞ്ഞല്ലോ 1050 Ti ആണ്. നിങ്ങൾക്കിത് ഇവിടെ കാണാൻ പറ്റും. 1050 Ti ഒരു സെക്കൻഡ് കാറ്റഗറിയാണ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ള സിസ്റ്റത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2070 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ വരുന്നത് 20, ഇവിടെ 3070 ആണ്, അവർ ലേറ്റസ്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 50,000 തൊട്ട് 80,000 രൂപ വരെ നിങ്ങൾ മുടക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 1050, 1060 ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു 3GB, 4GB ഗ്രാഫിക്സ് കാർഡ് വരെ എന്ത് ചെയ്യും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഞാൻ ഉപയോഗിക്കുന്നത് 1050 Ti ഈ ഒരു റേഞ്ചിൽ വരുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്രീലാൻസേഴ്സ് അതുപോലെ തന്നെ ഒരു ബിഗിനേഴ്സിനൊക്കെ ഇത് തന്നെ ധാരാളം. ഈ സിസ്റ്റം തന്നെ ഒരു 3 year എക്സ്പീരിയൻസ് ഉള്ള ആൾക്കൊക്കെ നമ്മൾ ഒരുപാട് 2 ലക്ഷം രൂപ കൊടുത്താണ്ടൊന്നും ഒരു വലിയ സിസ്റ്റം എടുക്കേണ്ട ആവശ്യമില്ല തുടക്കത്തിൽ. അപ്പം ഈ ഒരു കാറ്റഗറി തന്നെ ധാരാളം. ഒരു 4GB ഗ്രാഫിക്സ് കാർഡൊക്കെ ഇതിൽ തന്നെ റെൻഡറും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു അതായത് ഒരു 90,000 രൂപേൻ്റെ അല്ലെങ്കിൽ ഒരു 1 lakhൻ്റെ മുകളിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2060, എൻ്റെ ഒരു ഡ്രീം കമ്പ്യൂട്ടറാണ്, 2070 ഇതുപോലുള്ള അല്ലെങ്കിൽ 3070 പോലുള്ള ഗ്രാഫിക്സ് കാർഡൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ഇതൊരു അത്യാവശ്യം നമ്മൾ തുടക്കത്തിൽ തന്നെ എടുക്കണം എന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ബജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോളൂ. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ എടുക്കാതെ കഴിയും, ഫ്യൂച്ചറിൽ അത് അപ്ഗ്രേഡ് ചെയ്യാതെ കഴിയും. പക്ഷേ നിങ്ങൾക്ക് ബജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇത് കഷ്ടപ്പെട്ട് ഇത് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു 1050 ഒരു 4GB ഗ്രാഫിക്സ് കാർഡിൽ 1050 അല്ലെങ്കിൽ 2050 തന്നെ നമുക്ക് ഏകദേശം 3D കാര്യങ്ങൾ, ലുമിയോൺ അല്ലെങ്കിൽ റെഡ്ഷിഫ്റ്റ്, ഒക്ടേൻ പോലുള്ള ഏകദേശം എല്ലാ റെൻഡേഴ്സും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് പഠിക്കാനൊക്കെ അത് തന്നെ ധാരാളം. അപ്പോൾ ഇതാണ് ഗ്രാഫിക്സ് കാർഡ്. ഇനി നമുക്ക് പ്രൊസസ്സറിലേക്ക് കിടക്കാം.
പ്രോസസ്സറിൽ തന്നെ മെയിനായിട്ട് രണ്ടെണ്ണമാണ് AMD അതുപോലെ തന്നെ ഇൻറ്റൽ. അപ്പം ഇത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഞാനിവിടെ ജസ്റ്റ് ഒരു ബ്ലോഗ് പോസ്റ്റ് കണ്ടു, സെയിം കമ്പ്യൂട്ടർ അവർ AMDയിലുണ്ട് ഇൻറ്റലിലുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു കമ്പാരിസൺ ഈ ഒരു ബ്ലോഗ് പോസ്റ്റിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അപ്പം ഇതിൽ അവർ AMDയുടെ Ryzen 7 ആണ് ഒന്നുകൂടെ അവരെ ബെഞ്ച് മാർക്ക്, സിനി ബെഞ്ചിൻ്റെ ബെഞ്ച് മാർക്ക് ചെക്ക് ചെയ്യുമ്പോൾ AMDൻ്റെ ഇതിനാണ് ഒന്നുകൂടെ പവർഫുൾ. i7 അതായത് ഇൻറ്റലിൻ്റെ അത്ര പെർഫോമൻസ് ഇല്ല. ഇൻറ്റൽ പെർഫോമൻസ് ഉണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ പെർഫോമൻസ് ആണ് എന്ത് AMDക്ക് ഉള്ളത്. ഈ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. അമ്മാവൻ്റെ മോനാണ് ആദിൽ, മാസ്റ്റർ പീസ് അറിയാലോ. അപ്പോൾ അവന് ഏകദേശം ഒരു 4 വർഷം മുമ്പ് ഒരു കമ്പ്യൂട്ടർ എടുത്തിരുന്നു. അവന് മെയിനായിട്ട് ആഫ്റ്റർ എഫക്ട്സ് റെൻഡർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അന്ന് ഇതേപോലെ കമ്പയർ ചെയ്ത് AMD ആയിരുന്നു വാങ്ങിയിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ അന്ന് ഇൻറ്റലിൻ്റെ ഇൻറ്റലിൻ്റെ പ്രോസസ്സറായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇൻറ്റലിൻ്റെ പ്രോസസ്സർ ഒന്നുകൂടെ പെർഫോമൻസ് ആയിരുന്നു AMDയേക്കാൾ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങളൊരു ചെറിയൊരു 50,000 രൂപൻ്റെ ലെവലിലുള്ള സിസ്റ്റം എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും AMDയിലേക്ക് പോകണ്ട എന്നുള്ളതാണ് എൻ്റെ സജഷൻ കേട്ടോ. അത് ഒന്നുമില്ല, ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമാണ്. ചിലപ്പോൾ തെറ്റായിരിക്കാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ സംഭവം, ഈ ഒരു ചെറിയ ലാപ്ടോപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ബെറ്റർ ഇൻറ്റലിൻ്റെത് തന്നെയാണ്. ഇനി അത്യാവശ്യം ഹൈ എൻഡ് ആയിട്ടുള്ളൊരു ലാപ്ടോപ്പ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു AMD എടുത്ത് കഴിച്ചാൽ വലിയ പ്രശ്നം വരുന്നില്ല. ഇൻറ്റലാകുമ്പോൾ ഒരു സേഫ് ഗെയിമാണ്, പക്ഷേ AMD എടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല. കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് AMDയിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. അപ്പം പക്ഷേ ചെറിയ സിസ്റ്റം എടുക്കുമ്പോൾ നിങ്ങൾ AMD എടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പേഴ്സണൽ ചോയ്സ് മാത്രമാണ്. പക്ഷേ എന്നാലും ഒരു ഹൈ എൻഡൊക്കെ എടുക്കുമ്പോൾ ഇപ്പം Ryzen 7 പോലുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹൈ എൻഡ് ആയിട്ടുള്ള എടുക്കുമ്പോൾ AMD എടുത്താലും ഇൻറ്റൽ എടുത്താലും ഓക്കെയാണ്. ഞാൻ പിന്നെ ഓൾവേസ് ഒരു ഇൻറ്റൽ ഫാനാണ്, അതുകൊണ്ടാണ് എന്താ അറിയില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചെറുതൊരിക്കലും എന്ത് ചെയ്ത് AMD എടുക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻറ്റലിൻ്റെ പ്രോസസ്സർ എടുക്കുന്നവർ ശ്രദ്ധിക്കുക. നമ്മൾ ജസ്റ്റ് ഒരു i7 എടുക്കും, പക്ഷേ അതിൻ്റെ സഫിക്സ് ആരും നോക്കാറില്ല. അതായത് ഏതൊരു പ്രോസസ്സറിനും അതിൻ്റേതായിട്ടുള്ള സഫിക്സ് വരുന്നുണ്ട്. അതായത് ഇൻറ്റൽ i7T, K, U, H, HK, M, G അങ്ങനെ ഒരുപാട് സഫിക്സ് വരുന്നുണ്ട്. പക്ഷേ ഇതാരും എന്ത് ചെയ്യില്ല, ശ്രദ്ധിക്കാറില്ല. അപ്പം ഇതെന്താണെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം K സീരീസിൽ വരുന്നത്, U സീരീസിൽ വരുന്നത്. എന്താണ് യു സീരീസ് എന്താണ് ഒന്നുകൂടെ പ്രോസസ്സേഴ്സ് എന്താണ് ഒരു അൾട്രാ തിന്നായിട്ടുള്ള ഒരു ലൈറ്റ് പ്രോസസ്സേഴ്സാണ് യു സീരീസ് ഒക്കെ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു ഗെയിമിങ്ങിനൊക്കെ പറ്റിയതാണ് H സീരീസ്. അപ്പോൾ അതുപോലെ തന്നെ HK സീരീസാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ തന്നെ കാണാം ഓവർ ക്ലോക്കാണ്, പവർഫുൾ ഇനഫ് ടു റീപ്ലേസ് ഡെസ്ക്ടോപ്പ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ച് ഈ ഒരു പ്രോസസ്സേഴ്സ് എന്താണ് ഈ HK സീരീസിൽ വരുന്ന പ്രോസസ്സേഴ്സൊക്കെ എന്താണ് നല്ല പെർഫോമൻസ് കൂടുതലായിരിക്കും, കാരണം ഗെയിമിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതുപോലെ തന്നെ KT എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ലോ ലെവൽ, അതായത് കുറച്ച് താഴെ ഉള്ള ഒരു സെയിം i7ൽ തന്നെ താഴെയുള്ള ഒരു പെർഫോമൻസ് കുറഞ്ഞ ഒരു പ്രോസസ്സേഴ്സാണ്. അപ്പം അതുപോലെ തന്നെ ഇതെന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ആമസോൺ അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ i7 ഉണ്ടല്ലേ 1087.5H, ഈ H ഇതാണ് അതിൻ്റെ സഫിക്സ് വരുന്നത്. പിന്നെ അത് HP, ഇതും i7 തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും G ആണ് അതിൻ്റെ സഫിക്സ് വരുന്നത്. അതുപോലെ തന്നെ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ഹൈബ്രിഡാണ് ആക്ച്വലി. പക്ഷേ നമുക്ക് എപ്പോഴും നല്ലത് HK ഇതുപോലുള്ളതാണ്. അപ്പം ഇതാണ് അധികവും. ചില ബ്രാൻഡൊക്കെ i7 കൊടുക്കും, പക്ഷേ വില കുറവായിരിക്കും. പക്ഷേ ഇതുപോലുള്ള ഓരോ സംഭവങ്ങളായിരിക്കും. ഇപ്പോൾ ഇവിടെ MIൻ്റെ നോട്ട്ബുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല, ഇവിടെ U ആണ് വരുന്നത്. അതിന് സഫിക്സ് വളരെ ലോ പെർഫോമൻസ് ആണ് U എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് നമ്മുടെ ഒരു i7 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, i7ൽ ഏത് സഫിക്സ് ആണ് നോക്കുക. അപ്പോൾ H എന്നൊക്കെ പറയുമ്പോൾ അവിടെ കോറിൻ്റെ ഡിഫറൻസ് ആണല്ലോ വരുന്നത്. Hലൊക്കെ 8 കോർ വരെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു ഇൻറ്റലിൻ്റെ പ്രോസസ്സേഴ്സ് എടുക്കുന്നവർ ഈ സഫിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് ശ്രദ്ധിക്കുക. H അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചില ബ്രാൻഡൊക്കെ കുറഞ്ഞ വിലക്ക് എന്ത് ചെയ്യും i7 കൊടുക്കും. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്, ഇതാണ് ഇതുപോലുള്ള സഫിക്സിലുള്ള ഡിഫറൻസ് ആണ്. ഒരു H അല്ലെങ്കിൽ HK പോലുള്ള സീരീസ് തന്നെ എടുക്കാൻ നോക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഗ്രാഫിക്സിനെ കുറിച്ചും പ്രോസസ്സേഴ്സിനെ കുറിച്ചും. പക്ഷെ നമുക്ക് ഇപ്പോഴും ഭയങ്കര ഡൗട്ട് ഇനി ഏത് സിസ്റ്റം എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇനി ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരാം. ഒരു
കറക്റ്റ് പറഞ്ഞുതരാം എന്ത് എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 50,000 വരെ ബജറ്റ് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു i5 കിട്ടും, ഒരു 8 GB റാം കിട്ടും, ഒരു 3 GB വരെ മാക്സിമം ഗ്രാഫിക്സ് കാർഡുള്ള സിസ്റ്റം ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫ്രീലാൻസ് ഒരു തുടക്കക്കാർക്ക് തന്നെ ധാരാളം. അതുപോലെ ഒരു 80,000 വരെ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു i7 16 GB റാമും ഒരു 4 GB ഗ്രാഫിക്സ് കാർഡ് എൻ്റെ കയ്യിലുള്ള സിസ്റ്റം കിട്ടും. ഒരു എബോവ് 1 lakh ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു i9 അല്ലെങ്കിൽ ഒരു i7 തന്നെ 10th ജനറേഷൻ കിട്ടും. അതിൽ തന്നെ 32 GB റാം, ഒരു 8 GB ഗ്രാഫിക്സ് കാർഡ് അല്ലെങ്കിൽ 6 GB ഗ്രാഫിക്സ് കാർഡ് കിട്ടും. പിന്നെ വരുന്ന ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം നമുക്ക് ഏത് ബ്രാൻഡ് എടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരുപാട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിരുന്നു ഏത് മോഡൽ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ HP, ഡെൽ, MSI ഇതൊക്കെ ഏകദേശം ഒരു ടോപ്പിൽ നിൽക്കുന്ന ബ്രാൻഡാണ്. MSI അത്ര ഒരു ബ്രാൻഡല്ല, എന്നാലും MSI എന്താണ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഈ 3 ബ്രാൻഡിനും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ ലെനോവോ ഒരു സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുക. Acer, Asus ഇതിനെന്ത് ചെയ്യുക, തേർഡ് പ്രയോറിറ്റി കൊടുക്കുക. ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന പുതിയ ടെക്നോളജിയാണ്. ഓരോ ബ്രാൻഡും പുതിയ പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾക്ക് അറിയുന്ന പുതിയ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ മനസ്സിലാക്കിയ സംഭവം ഈ ഒരു ലെവലാണ്. HP, ഡെൽ, MSI ഫസ്റ്റ് പ്രയോറിറ്റി, ലെനോവോ സെക്കൻഡ് പ്രയോറിറ്റി, Acer, Asus തേർഡ് പ്രയോറിറ്റി. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങളെന്ത് ചെയ്യുക, ഒരു ലാപ്ടോപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ബെഞ്ച് മാർക്ക് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ഒരു ഏകദേശം കോൺഫിഗറേഷനും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അപ്പം ഇതാണ് ബ്രാൻഡിൻ്റെ ഒരു അവസ്ഥ. പിന്നെ അൾട്ടിമേറ്റ് വരുന്നത് ബജറ്റാണ്. ഏറ്റവും ഏത് സിസ്റ്റം എടുക്കണം എന്നുള്ള കാര്യം നമ്മുടെ ബജറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ i7ൻ്റെ ഒരു 4 GB ഗ്രാഫിക്സ് കാർഡുള്ള സിസ്റ്റം HP-യിൽ ചിലപ്പോൾ ഒരു 60,000 കൊടുക്കേണ്ടി വരും. പക്ഷേ സെയിം കോൺഫിഗറേഷൻ ലെനോവോയിൽ ചിലപ്പോൾ 50,000 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വലിയ ഒരു ബ്രാൻഡ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലെനോവോ എടുത്താലും ഓക്കെ. കാരണം എൻ്റെ ഫ്രണ്ടൊക്കെ ലെനോവോ എടുത്തിട്ട്, എൻ്റെ രണ്ടാമത്തെ ലാപ്ടോപ്പ് ലെനോവോ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് എടുത്ത ലാപ്ടോപ്പ് Acer ആയിരുന്നു. അത് ഏകദേശം 3-4 വർഷം വർക്ക് ചെയ്തു. പക്ഷേ എപ്പോഴും കംപ്ലൈൻ്റ് ആയിട്ടില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പിന്നെ അപ്ഗ്രേഡ് ചെയ്തു, ലെനോവോയിലേക്ക് മാറി. ലെനോവോ എടുത്തിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ലെനോവോ ഏകദേശം 4 വർഷം ഉപയോഗിച്ചു. ആ ലെനോവോ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഡെല്ലിൻ്റെ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഈ ബ്രാൻഡുകളൊന്നും മോശമല്ല, എല്ലാം നല്ല ബ്രാൻഡ് തന്നെയാണ്. പിന്നെ ഓരോരുത്തരെ പ്രയോറിറ്റി അതാണ് അൾട്ടിമേറ്റ്. അപ്പോൾ അത് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ആമസോണിൽ ഇപ്പോഴത്തെ ഒരു 2020-2021 ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സിസ്റ്റം വാങ്ങുന്നവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സിസ്റ്റം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആമസോൺ എടുത്ത് ജസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല അടിപൊളി പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ലാപ്ടോപ്പ് അവർ സെർച്ച് റിസൾട്ടിൽ കാണിക്കും. ഫസ്റ്റ് വരുന്നത് ലെനോവിൻ്റെ Ideapad. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ടുണ്ട്, നിഹാൽ എക്സ്പ്ലോറർ. അപ്പം അവന് വീഡിയോ എഡിറ്റിംഗ് മാത്രമാണ് വരുന്നത്, പ്രീമിയർ പ്രോ. അപ്പോൾ പിന്നെ അവൻ്റെ ബജറ്റ്, അതായത് നിങ്ങളുടെ ബജറ്റ് ഒരിക്കലും 50,000 മുകളിൽ പോകില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം ബെറ്ററാണ്. കാരണം 49 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു i5ൻ്റെ 9th ജനറേഷൻ, പിന്നെ അതുപോലെ തന്നെ Geforce GTX 3 GB ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. അത് ഈ റേറ്റിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു സിസ്റ്റം അതായത് ഞാൻ പറയുന്നത് 50,000 മുകളിൽ ഒരിക്കലും നിങ്ങളുടെ ബജറ്റ് പോകില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പം ഇതിൻ്റെ ലിങ്ക്സ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡെല്ലിൻ്റെ G3 സീരീസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ സെർച്ച് ചെയ്തു i7ലേക്ക് വരുമ്പോൾ ഏകദേശം നമ്മളിപ്പം i5 മാറ്റി i7 കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ നമ്മൾ കണ്ടു 70,000, 80,000, 90,000 ഒരു 75 രൂപേൻ്റെ അടിയിലോട്ടൊരു സിസ്റ്റം നിങ്ങൾക്ക് കാണാൻ അപൂർവമായിട്ടേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം വളരെ ഇമ്പോർട്ടൻറ്റ്. അതായത് 77 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡെല്ലിൻ്റെ G3 സീരീസ് ആയിട്ടുള്ള, അതായത് i7 10th ജനറേഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഹൈ പെർഫോമൻസ് സഫിക്സ് വരുന്നത്, അതുപോലെ 8 GB റാം വരുന്നുണ്ട്, 512 SSD വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 512 എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ 4 GB ഗ്രാഫിക്സ് കാർഡ്, അതായത് GTXൻ്റെ 1650 4 GB ഗ്രാഫിക്സ് കാർഡ്. അപ്പം ഈ ഒരു സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം 77 രൂപയ്ക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു സിസ്റ്റം എടുക്കാം. ആ ഒരു ബജറ്റ് ഉണ്ടെങ്കിൽ i7 ആണ്. കാരണം ഇതിൻ്റെ ഏകദേശം തൊട്ട് താഴെ വരുന്ന സിസ്റ്റമാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡെല്ലിൻ്റെ, അത് 2 വർഷത്തെ ഓൾഡാണ്. അതായത് 4 GB ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. അത് 1050 Ti ആണ് വരുന്നത് എൻ്റെത്. അപ്പം
അന്ന് ഞാൻ 1,10,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഉണ്ടല്ലോ 77 രൂപക്ക് അത്രയും കുറഞ്ഞ റേറ്റിന്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ബജറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീഡിംഗ് ലിസ്റ്റ്. പിന്നെ വരുന്നത് HP-യുടെ ഇതേ ഇതിൽ തന്നെ HP-യുടെ ഒമൻ വരുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ 77 രൂപക്ക് അതിനേക്കാൾ ഒന്നുകൂടെ ബെറ്ററാണ് ഈ ഒരു സിസ്റ്റം വരുന്നത്. കാരണം സെയിം കോൺഫിഗറേഷൻ തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രൊസസ്സർ എന്താണ്, Ryzen 5 ആണ്. അതായത് i5 ആയിട്ട് കമ്പയർ ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ വേറെ പ്രത്യേകത GTX 6GB ആണ് ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. അപ്പോൾ ലുമിയോണൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. എന്ത് ലുമിയോൺ ഉപയോഗിക്കുന്നവർക്കൊരു ബെറ്റർ ആയിരിക്കും. കാരണം ഗ്രാഫിക്സ് കാർഡിൻ്റെ ഇത് കൂടുതലല്ലേ. അപ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും എന്ത് ഈ ഒരു സിസ്റ്റം. പിന്നെ വരുന്നത് അസൂസിൻ്റെ റോഗാണ്. പക്ഷേ ഇത് അല്ലേ 4GB ഗ്രാഫിക്സ് കാർഡ് നമ്മളെ HP, പക്ഷേ ഇതിന് 84 വരുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ Ryzen 5 ആണ്. അപ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള നമ്മൾ HP കണ്ടു 78 രൂപക്ക്. ഇത് എനിക്ക് തോന്നുന്നില്ല അത്രയും ബെറ്റർ ആയിരിക്കുന്നു. കാരണം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള HP നമ്മളോട് ഇതിന് കുറഞ്ഞ റേറ്റിൽ കണ്ടല്ലോ. അപ്പം സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ MSIയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കോവിഡ് ആയതുകൊണ്ട് പ്രൊഡക്ഷൻ കുറഞ്ഞതുകൊണ്ട് ലാപ്ടോപ്സ് ഒന്നും നിങ്ങൾക്ക് ആമസോൺ കയറി കഴിഞ്ഞപ്പോഴൊന്നും ഒരുപാട് മോഡൽസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ MSIൻ്റെ മോഡൽസ് ഒന്നും വളരെ അപൂർവമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. എല്ലാം അവരിപ്പോൾ അൺഅവൈലബിൾ ആയിട്ടാണ് കിടക്കുന്നത്. കാരണം പ്രൊഡക്ഷൻ ഇല്ലല്ലോ, കോവിഡ് കാരണം പ്രൊഡക്ഷൻ വളരെ കുറവല്ലേ. പിന്നെ MSIയിലേക്ക് നോക്കുമ്പം ഇത് ഏകദേശം ഒരു നല്ലൊരു കുഴപ്പമില്ലാത്തൊരു സിസ്റ്റത്തിൽ. കാരണം 1,23,000 രൂപ ഉണ്ട്. എന്നാലും 16GB റാം വരുന്നുണ്ട്. അതുപോലെ തന്നെ 6GB ആണ് എന്ത് നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. പിന്നെ i7 ആണ്, 10th ജനറേഷൻ ആണ്, ഹൈ പെർഫോമൻസ് ആണ്. അപ്പോൾ അങ്ങനെ 16GB റാം വരുന്നുണ്ട്, SSD ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു 1,23,000 രൂപക്ക് ഓക്കെയാണ്. കാരണം ഇത്രയും കോൺഫിഗറേഷൻ എല്ലാം വരുന്നതുകൊണ്ട് ഇത് സെറ്റാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ലിസ്റ്റ്. പിന്നെ HP-യുടെ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം പ്രോ ലെവൽസൊക്കെ സിസ്റ്റം എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊക്കെ എൻ്റെ ഒരു ഡ്രീം സിസ്റ്റമാണ് HP-യുടെ ഒമൻ. കാരണം ഒന്ന് കോൺഫിഗറേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. i7 10th ജനറേഷൻ ഹൈ പെർഫോമൻസ്, 12GB റാം വരുന്നുണ്ട്, 512 SSD ഉണ്ട്, RTX 2070 8GB ഗ്രാഫിക്സ് കാർഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിനേക്കാൾ വേറൊരു ഓപ്ഷൻ ഞാൻ പറയാം. നിങ്ങളിപ്പോൾ ഈ ഒരു ഇത്രയും റേറ്റ് വെച്ച് കൊടുത്ത് ഈ ഒരു സിസ്റ്റം എടുക്കുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾക്ക് ഒരു അതായത് സൗദി GCCയിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഈ ഒരു മോണസ്റ്ററിൻ്റെ ഈ ഒരു സിസ്റ്റം എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് AED അവിടുത്തെ 5,699 ദിർഹമാണ് വരുന്നത്. 5,699 കൊടുത്തു കഴിഞ്ഞാൽ 1,13,000 രൂപയെ വരുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും രൂപക്ക് നമ്മളിവിടെ 1,80,000 രൂപേൻ്റെ സാധനം നമ്മളിവിടെ HP കണ്ടു. അതിനേക്കാൾ എത്രയോ ബെറ്ററാണ്. 1,13,000 രൂപക്ക് നിങ്ങൾക്ക് നേരത്തെ കണ്ട അതേ സെയിം i7ൻ്റെ പിന്നെ അസ്യൂസിൻ്റെ റോഗ് വരുന്നുണ്ട്, i7 16. അതായത് നേരത്തെ നമ്മൾ MSIൻ്റെ ഒരു സിസ്റ്റം കണ്ടല്ലോ. അപ്പോൾ അതിനേക്കാൾ ഒന്നുകൂടെ ബെറ്ററാണെന്ത് ഈ അസ്യൂസിൻ്റെ റോഗ്. കാരണം 10th ജനറേഷൻ ആണ്, 6GB ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്, 1 lakh വരുന്നുള്ളൂ. ഇതൊക്കെ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. ഇതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടതിന്. പിന്നെ നേരത്തെ പറഞ്ഞ MSIയുടെ സിസ്റ്റം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇതൊന്നും അവൈലബിൾ അല്ല, കറൻ്റ്ലി ആണ് അവൈലബിൾ. കാരണം പ്രൊഡക്ഷൻസ് ഇല്ലല്ലോ. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത 2070 ആണ്. SSD NVMe ആണ് വരുന്നത്. ഈ NVMeൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡ് റേറ്റ് ഇതാണ്. NVMe ആകുമ്പോൾ നിങ്ങൾക്ക് ആണല്ലേ ഇത്രയും ഈ ഒരു സ്പീഡ് ഡിഫറൻസ് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് നിങ്ങളൊരു ഫയൽ കോപ്പി ചെയ്യുമ്പോഴൊക്കെ അത്രയും നല്ല ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതൊക്കെയാണ് MSIൻ്റെ ലാപ്ടോപ്പ്. നേരത്തെ പറഞ്ഞല്ലോ മോണസ്റ്ററിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് പുറത്താളുന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം എടുത്താൽ വളരെ ഉപകാരമായിരിക്കും. കാരണം ഇതൊക്കെയാണ് ഇപ്പോൾ 2021, 2022 ഈ 2 വർഷങ്ങൾ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല സിസ്റ്റങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാറ്, ഒരു എൻ്റെ കയ്യിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ ഉള്ള സിസ്റ്റം അതിൽ ഞാൻ സെയിം ഫയൽസ് ഞാൻ റെൻഡർ ഇട്ട് ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഏതായിരിക്കും ബെറ്റർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം
ഓരോ പ്രോസസ്സേഴ്സും ഓരോ ഗ്രാഫിക്സ് കാർഡും അതിൻ്റെ റെൻഡറിങ് സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ.